ആ ത്വലാഖിന്റെ പേരിൽ എന്താണ് ആകുക നിങ്ങൾ ഹദീസിൽ കേട്ടിട്ടില്ലേ? റബ്ബിന് ഏറ്റവും കോപമുള്ള ഒരു പ്രവർത്തനമാണെന്ന് കേട്ടിട്ടില്ലേ? നിസാര കാര്യങ്ങൾ ഒരു കാലത്തെ ബന്ധങ്ങൾ വിച്ഛേദിക്കാൻ എന്നങ്ങൾക്കറിയോ? ഇത് പറഞ്ഞതിന്റെ കുരുത്തക്കേടാണ്, നമ്മളെ കറാമത്താണ് നമ്മൾ പറയില്ല. ഇത് സമൂഹത്തിൽ പറഞ്ഞു പഠിപ്പിച്ചപ്പോ സമസ്തയിലെ ആളുകൾ സ്വന്തം നെഞ്ചിലേക്ക് ശരവർഷം തിരിച്ചുവിട്ടു. തുടർന്ന് സ്കരിക്കാൻ പറ്റുമോ, ഇവരെ ഭക്ഷണം കഴിക്കാൻ പറ്റുമോ, ഇവരെ മുസ്ലിങ്ങളായി അംഗീകരിക്കാൻ പറ്റുമോ അല്ലേ എന്നുള്ളത് മുജാഹിദീങ്ങളോടല്ല ഒരു ചോദിച്ചത്, മറിച്ച് സമസ്തയിലെ ആലിമീങ്ങളോട് ചോദിച്ചു. ഈ സമസ്തയിലെ വിഘടിത വിഭാഗത്തിലെ ഇപ്പറഞ്ഞ ആൾക്കാരെ മുസ്ലിങ്ങളായിട്ട് അംഗീകരിക്കാൻ പറ്റുമോ, ഓലെ കൂടെ ഒരു മുസ്ലിമുള്ള ബന്ധം പറ്റുമോ എന്നാ ചോദ്യം. ഞാനല്ല ചോദിക്കുന്നത്, സമസ്തയിലെ പ്രവർത്തകർ AP വിഭാഗക്കാരെ പറ്റി ചോദിക്കുകയാണ്. കേട്ടോളൂ സഹോദരങ്ങളെ. എന്റെ ചോദ്യം, മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വേദതിരികാശമെന്ന് പറഞ്ഞുകൊണ്ട് ഇടനില നടത്തുന്ന കാന്തപുരം AP ബക്കർ മുസ്ലിയാർ, അതുപോലെ സ്വപ്നജീവി, അതുപോലെ തന്നെ ഫെറോഡ് അബ്ദുറഹ്മാൻ സക്കാഫി, ഇവർ ഇത്തരം തെറ്റ് ചെയ്തു എന്ന് സമസ്തക്കും പണ്ഡിതന്മാർക്കും ബോധ്യപ്പെട്ട അടിസ്ഥാനത്തിൽ ഇവരോട് തുടർന്ന് നിസ്കരിച്ചാൽ നിസ്കാരം സ്വീകാര്യമാകുമോ, ഇവർ നിക്കാഹ് ചെയ്താൽ ആ നിക്കാഹ് സ്വീകാര്യമാകുമോ, അതുപോലെ തന്നെ ഇസ്ലാമിലെ മാസപ്പിറവി ഉറപ്പിച്ചാൽ അത് സ്വീകരിക്കണമോ എന്നതിനെ കുറിച്ച് കൊണ്ട് ഒരു മറുപടി ലഭിച്ചാലും. നിങ്ങളെ വിശ്വാസപ്രകാരം കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ കളവ് പറയുമോ? അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ടത് കളവ് പറയുന്നത് പോലെയുണ്ട്. ഒരു ഫാസിഖിനോടും ഒരു കാദിബിനോടും തുടരാൻ പറ്റുമോ പറ്റില്ലയോ? ഷാഫി മദ്ഹബ് പറ്റില്ല എന്ന്. അപ്പൊ ഷാഫി മദ്ഹബ് അനുസരിച്ച് തുടരാൻ പറ്റൂല, മാസം പ്രഖ്യാപിച്ച നോമ്പും പെരുന്നാളും കൊണ്ടാടാൻ പറ്റൂല, അർത്ഥ തിന്നാൻ വരെ പറ്റൂല എന്നായി. എവിടെത്തി? ഇത് ബൂമറാങ് പോലെ നെറ്റിയിലേക്ക് പണ്ഡിതന്മാർക്ക് തിരിച്ചടിച്ചതാ. കാരണം ഐക്യത്തോടും സ്നേഹത്തോടും കൂടി കഴിയുന്ന മുസ്ലിങ്ങൾക്കിടയിൽ ചിഹ്നതയും വൃദ്ധതയും പിന്നെ ഈ രൂപത്തില് തീവ്രതയുണ്ടാക്കി. നമ്മൾ ആശയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയണം, പഠിക്കണം, തെറ്റാണെങ്കിൽ തിരുത്തണം, അതാണ് വേണ്ടത്. അല്ലാതെ ഈ രൂപത്തിലുള്ള പൊറാട്ട നാടകം കളിച്ചിട്ട് ഇവിടെ വന്നിട്ട് സഹോദരങ്ങള് ഈ തരത്തിലുള്ള ചെറിയ പഴുത് വലിയ വിടവാക്കി അതിലൂടെ ചില താല്പര്യങ്ങൾ നിലനിർത്താനുള്ള ഈ കളി ദീർഘവീക്ഷണത്തോട് മനസ്സിലാക്കിയ ആളുകളാണ് മുജാഹിദുകൾ. അതുകൊണ്ട് ഇവിടെയുള്ള സമസ്തയിലെ സുഹൃത്തുക്കളോട് കൃത്യമായി പറയാനുള്ളത്, നല്ല കാര്യങ്ങൾ കൃത്യമായി നിങ്ങൾ കേൾക്കണം, മനസ്സിലാക്കണം. നമ്മെ സംബന്ധിച്ചിടത്തോളം വാശിയും തർക്കവും എല്ലാം മരണത്തോടുകൂടി അവസാനിക്കും. ആ മരണത്തിന് ശേഷമുള്ള ഒരു ജീവിതം നമ്മെ കാത്തിരിക്കുക. അതിനെപ്പറ്റി നമ്മൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ അധിക സമയത്തും നമ്മുടെ ജീവിതത്തിൽ ഓർക്കാനാകാത്ത